അപ്പൊ ദേവതകൾക്ക് ജ്ഞാനം വേണമെങ്കിൽ ദേവതയ്ക്ക് ജ്ഞാനം ഉണ്ടാവണം. ഇപ്പൊ ഗുരുവായൂരപ്പന് ജ്ഞാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ എന്നാ ജ്ഞാനത്തിനായിട്ട് ഉപാസിച്ചു എന്നിരിക്കുക. ഗുരുവായൂരപ്പനെ തന്നെ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു ഭാഗവതവും നാരായണൻ ജപിച്ച് ഗുരുവായൂരപ്പനെ ഉപാസിച്ചിരിക്കുക. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് ദേവതയ്ക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും പ്രതിഷ്ഠിതമായിരിക്കുന്നത് കൊണ്ട് ആ ഗുരുവായൂരപ്പനെ ഉപാസിക്കുന്ന ആള് ശരീരം വിടുമ്പോൾ ഗുരുവായൂരപ്പനിൽ ബാധയാകും. കാരണം ഗുരുവായൂരപ്പനെ ലയിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അന്ത്യേഷ്ടി ക്രിയയിൽ ശ്രീവിദ്യക്കാർ ചെയ്യണ ദേവത ആവാഹിച്ച് ലഭിക്കും, ഗുരുവായൂരപ്പനെ ലഭിക്കാൻ പറ്റില്ല. ക്ഷേത്ര ദേവതയാണ്, അതുകൊണ്ട് ഇയാൾക്ക് ലയിക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾ ഒന്നുമില്ലെങ്കിൽ പെടും, അല്ലെങ്കിൽ രക്ഷസാവും. അതാണ് കാക്കശ്ശേരി നമ്പൂതിരി പെട്ടുപോയത്. അതുകൊണ്ടാണ് രക്ഷസായി പോയി. കാക്കശ്ശേരി നമ്പൂതിരെ ശരിയാക്കാൻ പറ്റും. അതിനവിടെ തന്ത്രം അറിയാവുന്നവർക്ക് ജ്ഞാനവഴി അറിയണം. തന്ത്രിമാർക്ക് തന്ത്രത്തിൽ കൊടിയേറ്റ് ഉത്സവം നടത്താനൊക്കെ അറിയാവുള്ളൂ. മഹാജ്ഞാനികളാണ് അവർ ചെയ്തത്. വിഷയജ്ഞാനമുണ്ട്, തന്ത്രത്തിലെ വിഷയങ്ങളെല്ലാം അറിയാം. ഒരു ദേവതയെ എടുത്ത് വേറെ ദേവതയാക്കാൻ വരെ അവർക്കറിയാം. അതുകൊണ്ട് കാര്യമില്ല. കാക്കശ്ശേരി ജ്ഞാനത്തിന് ഉപാസിച്ചത്, കാക്കശ്ശേരി കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണെങ്കിലും കാക്കശ്ശേരി പട്ടത്തിൽ 30 കൊല്ലക്കാലം ചോറ്റാനിക്കര അമ്പലത്തിലിരുന്ന് ശാന്തി ദുർഗാമന്ത്രം ജപിച്ച് ചോറ്റാനിക്കര അമ്മയ്ക്ക് സമർപ്പിച്ചു. തന്റെ സാധനയായിട്ട് ചെയ്ത സാധന അതാണ്. പന്തീരടി പൂജയ്ക്കുമ്പ് ഇന്നും അത് കുറെ തിരുമേനിമാർ ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ അവിടുത്തെ പൂജാരിമാർ ഒരുമിച്ചിരുന്ന് ജപിച്ച് പന്തീരടി പൂജയ്ക്കുമ്പോൾ 12,000 ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് ചോറ്റാനിക്കര അമ്മയുടെ ശക്തി. പക്ഷെ ചോറ്റാനിക്കര അമ്മയ്ക്ക് ശക്തി കൂടിയപ്പോൾ ചോറ്റാനിക്കര അമ്മയുടെ ഉപാസകൻ, കേരളം കണ്ട ഏറ്റവും വലിയ മഹാപണ്ഡിതൻ, ജ്ഞാനപാരമ്പര്യം കാക്കശ്ശേരി നമ്പൂതിരിയുടെ കാലത്തെ നഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ. കാക്കശ്ശേരിക്ക് ക്ഷേത്രദേവതയെ ഉപാസിച്ചാൽ ജ്ഞാനം ലഭിക്കില്ല എന്ന് അറിവുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോവാൻ, പ്രാർത്ഥിക്കാൻ, കുറച്ച് മന്ത്രം ജപിച്ച് ക്ഷേത്രദേവതയ്ക്ക് സമർപ്പിക്കും. പക്ഷെ തനിക്ക് മോക്ഷത്തിനും ജ്ഞാനത്തിനും വേണ്ടിയിട്ട് എന്തു വേണം? ക്ഷേത്രദേവതയുടെ ഉപാസന സാധ്യമല്ല. അതുകൊണ്ട് സാധിക്കാൻ പറ്റില്ല, അത് പെടും. ആ ദേവതയ്ക്ക് തന്നെ ബാധയായി. കാക്കശ്ശേരി ഇപ്പൊ ബാധയായിട്ടാണ് കാണിക്കുക. പക്ഷെ കാക്കശ്ശേരി എല്ലാം ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞൂടാ, പ്രശ്നക്കാർക്ക് അറിഞ്ഞൂടാ. എല്ലാ കൊല്ലവും അട്ടമംഗലം വയ്ക്കും. ഇനി 5 കൊല്ലം 10 കൊല്ലം കൂടെ വയ്ക്കും. എല്ലാ തവണയും കാണും ഇങ്ങനെ ഒരാളുണ്ടെന്ന്. പക്ഷെ ഒന്നും ചെയ്യാനറിയാൻ പാടില്ല, പ്രശ്നക്കാരനും അറിയാൻ പാടില്ല. തന്ത്രിമാർക്ക് ജ്ഞാനപാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് ജ്ഞാനവഴി അറിഞ്ഞൂടാ. അത് പാരമ്പര്യമല്ല, ജ്ഞാനവഴി അറിഞ്ഞൂടാ. ഈ ഉപാസകനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പ്രതിഷ്ഠിച്ച് വെച്ച് വേണമെങ്കിൽ നെയ്വിളക്ക് എത്തിക്കും, പാൽപ്പായസവും കൊടുക്കും. ഒരു കാര്യമില്ല. അദ്ദേഹത്തെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. അദ്ദേഹം ഇത്രയും സാധന ചെയ്ത ആളല്ലേ. ഒരു അറിവില്ലായ്മ അവിടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം സാധന ചെയ്തുകൊണ്ട് ചിലപ്പോൾ ജ്ഞാനസ്ഥനായിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തെ ജ്ഞാനത്തിൽ ലയിക്കാൻ പറ്റും. അതിനുള്ള വഴി വേറെയാണ്, അത് പഠിച്ചെടുക്കണം. തന്റെ കയ്യിലിരിക്കുന്ന, അതായത് കേരളത്തിലെ അപ്ലൈഡ് തന്ത്രമാർഗത്തിലൊന്നും തന്ത്ര പദ്ധതിയിലൊന്നും ഒരു ഉപാസകന്റെ ജ്ഞാനലയം എങ്ങനെ ചെയ്യാം എന്ന പദ്ധതിയിൽ അവർക്ക് പഠിപ്പിക്കുന്നില്ല, അവർക്ക് അറിയില്ല. ജ്ഞാനമുള്ളൊരു ഉപാസകനെ കിട്ടിയാൽ പോലും യോഗീശ്വരനായിട്ട് പ്രതിഷ്ഠിച്ചു വയ്ക്കുകയാണ് പലരും. യോഗീശ്വരന് പേരിട്ടിട്ട് രക്ഷസിന്റെ ഭാവം കളയാതെ, അല്ലെങ്കിൽ പ്രേതഭാവം പോലും കളയാതെയാണ് ഇരുത്തിയേക്കണത്. ജ്ഞാനം ഉണ്ടോന്നറിയില്ല. അവർക്ക് 41 ദിവസം അഖണ്ഡബോധത്തിൽ ലയിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ട്. അതിനെ ഇവർക്ക് ഒന്നുമില്ലെങ്കിൽ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അറിയാവുള്ളൂ. എവിടെയാണ് ഇത് ലയിപ്പിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവുണ്ടാവണം. അപ്പൊ ഈ ശിവനിൽ ലയിച്ചു, വിഷ്ണുവിൽ ലയിച്ചു, ശക്തിയിൽ ലയിച്ചു എന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ തന്ത്രമാർഗത്തെയോ അപ്ലൈഡ് തന്ത്രത്തെയോ ഒന്നും ആക്ഷേപിക്കല്ല. അതിന്റെ പരിമിതി പറയണം. ഒരു പരിമിതി പറയുന്നത്, ചാത്തനാണ് ശാസ്താവ് എന്ന് പറയുന്നത്, അതൊരു ഒരു ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് അതിലെന്തോ ഒരു താല്പര്യമുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ജ്ഞാനപാരമ്പര്യം അല്ല പറഞ്ഞത്. ശാസ്താവ് ഗുരുവാണ്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഈ ജ്ഞാനപാരമ്പര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗുരുവായൂരപ്പന് ജ്ഞാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഗുരുവായൂരപ്പനെ ജ്ഞാനത്തിന് വേണ്ടി, ജ്ഞാനം വേണം ഭഗവാനെ എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ വേണ്ടി ഒരു 10 ദിവസം പോയി അവിടെ ഇരുന്ന് നാരായണൊക്കെ ചൊല്ലി എനിക്ക് ജ്ഞാനത്തിനുള്ളൊരു വഴി കാണിച്ചു തന്നെ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ അവനെ ജ്ഞാനപാരമ്പര്യമുള്ള ഒരു ഗുരുവിനെ സംഘടിപ്പിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവന്റെ പൂർവ്വജന്മ ഉപാസനയ്ക്ക് പറ്റി വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗുരുവിനെ സംഘടിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഗുരുവിനെ സംഘടിപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് വന്നു ചേരുമ്പോൾ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനെ അവിടെ പോയി 8 ദിവസം ഞാൻ പ്രദക്ഷിണം വെച്ച്, ഇല്ലെങ്കിൽ 10 ദിവസം പ്രദക്ഷിണം വെച്ച് 10 ദിവസം അവിടെ പതിനിരുന്നപ്പോൾ കിട്ടിയ ആളാ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ നിശ്ചയിച്ച ആളാന്ന് മാത്രം കൊണ്ട് ബോധ്യപ്പെടരുത്. ജ്ഞാനത്തിന്റെ അടിസ്ഥാന ലക്ഷണം ഗുരു പറഞ്ഞാലും പാരമ്പര്യം പറഞ്ഞാലും ഗ്രന്ഥം പറഞ്ഞാലും, അതാണ് ഞാൻ ഒന്നുകൂടെ പറയാണ്, തന്റെ തന്നെ സ്വഗുരു പറഞ്ഞാലും
ഗ്രന്ഥം പറഞ്ഞാലും പാരമ്പര്യ പുസ്തകം പറഞ്ഞാലും ഉപനിഷത്ത് പറഞ്ഞാലും ഞാൻ ഒന്നുകൂടി ബോധ്യപ്പെടണം. ഗുരുവായൂരപ്പന്റെ അവിടെ പതിനായിരുന്നപ്പോ എനിക്ക് കിട്ടി. ഇവരെ പുറത്തിറക്കാനുള്ള ഗുരുവിനാണ് കിട്ടിയെങ്കിലോ ഗുരു, കാരണം ഇവരുടെ പൂർവ്വജന്മത്തിൽ ദുരിതമുള്ള ഒരു ഗുരുവിനാണ് കൊടുത്തെങ്കിലോ. അപ്പൊ നമ്മൾ പോയി നോക്കണം. ഞാനിപ്പോ ഈ കണ്ടത് ഗുരുവായൂരപ്പനെ പഠിച്ചപ്പോ ഈ ഗുരുവാണോ എനിക്ക് വരേണ്ട ഗുരു? ആ ഗുരു പരമ്പരയിൽ ജ്ഞാനപാരമ്പര്യം ഉണ്ടോ? ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാട്ടോ ഇത്. ജ്ഞാനം ആഗ്രഹിക്കാത്ത ആളുകൾക്ക് ഏത് ഗുരു ആയാലും കുഴപ്പമില്ല. കർമ്മദേവതയെ സ്വീകരിക്കാൻ ഇപ്പൊ വലിയ ഗുരു ഒന്നും വേണമെന്നില്ല. ഏതൊക്കെ ചില അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ദേവതയെ തന്നെ കൊടുത്തുള്ളൂ. എന്തോ ഒരു ദാനം അടച്ചാൽ മതി, കാശുണ്ടായാൽ മതിയല്ലോ, കച്ചവടം നന്നായാൽ മതിയല്ലോ. അത് നമ്മൾ ആദ്യം പറഞ്ഞ ദേവതയൊക്കെയാണ് പറ്റുന്നത്. പക്ഷെ ആ ദേവതയെ ഉപാസിച്ച് കാശുണ്ടാക്കി കഴിഞ്ഞാൽ അതിനോടൊരു പ്രതിബദ്ധത വരെയുണ്ട്. ആ ദേവതയോട് പറയുന്ന വാക്ക് ജീവിതം മുഴുവൻ പാലിക്കണം. ഈ കാശ് തിന്ന മക്കളും ഭാര്യയും ഒക്കെ പാലിക്കണം. അല്ലെങ്കിൽ ഈ ദേവത ഇതൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ ചാത്തന്റെ പാരമ്പര്യം കുലദേവതയായിട്ടുള്ള പാരമ്പര്യത്തെ അനുഷ്ഠിക്കാം. പക്ഷെ ജ്ഞാന പാരമ്പര്യത്തിൽ ചാത്തന്റെ വിധാനത്തിൽ ജ്ഞാന സമ്പ്രദായം ഇല്ല. ഇപ്പൊ ചാത്തന് ജ്ഞാനം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ ചാത്തൻ ജ്ഞാനം എന്ന് പറഞ്ഞ വാക്ക് തന്നെ മറന്നുപോയി. കാരണം കർമ്മം ചെയ്ത് നാട്ടുകാരുടെ മുഴുവൻ കർമ്മം, നല്ല കർമ്മം ചെയ്തിട്ടാണ് കാശുണ്ടാക്കിയ മാത്രം പോലെ മറ്റവനെ ഉപദ്രവിക്കുന്ന പണിയും കൂടെ ഇപ്പൊ ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലെ? ശത്രുക്കളെ തനിക്ക് വിരോധമുള്ളവർക്ക് പണി കൊടുക്കാനും ഈ ദേവതയെ ഉപയോഗിക്കും. അങ്ങനെ ദുഷ്കർമ്മത്തിൽ പോലും ഇടപെടുത്തുന്ന ഒരു ദേവതയ്ക്ക് ജ്ഞാന വഴിയിൽ എങ്ങനെ സാധ്യമാവും? പക്ഷെ അതല്ല ഗുരുവായൂരപ്പന്റെ നില. ഇപ്പൊ ചാത്തനെ ഞാൻ ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല. ചാത്തനെ നിങ്ങൾക്ക് ധനവും ഐശ്വര്യവും വേണമെന്നുണ്ടെങ്കിൽ ചാത്തനെ വായിച്ചു. പക്ഷെ ജ്ഞാനം എന്ന് പറയരുത്. ജ്ഞാനം മോക്ഷം കിട്ടും എന്ന് പറയരുത്. പറഞ്ഞാൽ അത് ലഭിക്കുക സാധ്യമല്ല. കാരണം അവർക്ക് ജ്ഞാനപാരമ്പര്യം ആ ദേവതയ്ക്ക് ഇല്ല. ചാത്തനെ മാത്രം ഉപാസിച്ച് പരമജ്ഞാനത്തിൽ എത്തിയ ഒരാളുടെ പാരമ്പര്യം ഇല്ല. ഇനി ആരെങ്കിലും പേരൊക്കെ ചുമ്മാ പറയായിരിക്കും. നമ്മുടെ ഇപ്പൊ വീഡിയോ കേട്ടിട്ട് ആ പുള്ളിയുണ്ട് ഈ പുള്ളിയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് ഇത് വെച്ച് നോക്കിക്കണ്ട് പറയാൻ വേണമെങ്കിൽ രാജിവെച്ച് നോക്കിക്കോ, ജ്ഞാനമുണ്ടോന്ന് അറിയാലോ. പക്ഷെ ഗുരുവായൂരപ്പൻ ആ കളിയല്ല. ഗുരുവായൂരപ്പന് പരിപൂർണ്ണ ജ്ഞാനമുണ്ട്. അതുപോലെ ഗുരുവായൂരപ്പന്റെ നിലയിലേക്ക് ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റിയ ദേവതകൾ കേരളത്തിലുണ്ട്. ഒരു 10 ഉണ്ടാവും. അവരെ ജ്ഞാനത്തിലേക്ക് ആക്കാൻ സാധിക്കും. ജ്ഞാനത്തിലേക്ക് ആക്കണമെങ്കിൽ അതിന്റെ ഉപാസകന്മാർ വിചാരിക്കണം. അവിടുത്തെ ജ്ഞാന പദ്ധതിയിലേക്ക് മാറണം. കർമ്മ പദ്ധതികൾ കുറെ ഉപേക്ഷിക്കണം. പൂർണ്ണമായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. ആ ദേവത സ്വേച്ഛയാ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ആ ദേവതയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്ന കർമ്മങ്ങൾ എല്ലാം ഒഴിവാക്കേണ്ടി വരും. ആ ദേവതയ്ക്ക് ജ്ഞാന വഴി ഉണ്ടായിരുന്ന വലിയ ജ്ഞാനക്ഷേത്രമായിട്ട് മാറും. ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും ആ ദേവതയെ ജ്ഞാനത്തിന് വേണ്ടി ഉപാസിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാന തടസ്സം ഉണ്ടാവും. ഇത് വലിയൊരു സിദ്ധാന്തമാണ്. അപ്പൊ ജ്ഞാനപാരമ്പര്യമുള്ളൊരു ഗുരുവിനെ തേടുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇപ്പൊ യോഗമാർഗം ഞാൻ പറഞ്ഞു. തന്ത്രമാർഗത്തിൽ ദേവതാ പ്രത്യക്ഷമാണ് പരമാവധി അച്ചീവ് ചെയ്യാവുന്ന, തന്ത്രം കൊണ്ട് അച്ചീവ് ചെയ്യാവുന്ന. എന്നിട്ട് ദേവത പ്രത്യക്ഷം, ഇപ്പൊ ശ്രീവിദ്യ ഉപാസിച്ച് ശ്രീവിദ്യാദേവി ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ സാധ്യമായാൽ അതിന്റെ അപ്പുറത്തേക്കൊരു ജ്ഞാന വഴിയുണ്ട്. ശ്രീവിദ്യാ പദ്ധതിയിൽ തന്നെ ജ്ഞാന വിഷയങ്ങളുണ്ട്. ജ്ഞാനമാർഗത്തിലേക്ക്, അതിന്റെ ശുദ്ധ ശൈവ മാർഗത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ദേവതയ്ക്ക് അപ്പുറത്തൊരു വഴിയുണ്ട്. ആ ദേവതയ്ക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ വഴിയിലേക്ക് പോയാൽ മാത്രമാണ്. അത് വേദാന്തത്തിലെ വിദ്യകളാണ്. പ്രണവ വിദ്യ, അങ്ങനത്തെ വിദ്യകളുണ്ട്. ഗുരുവിദ്യയൊക്കെ ഉണ്ട്, മഹാവിദ്യകളൊക്കെ ഉണ്ട്. ആ വിദ്യകളൊക്കെ ജ്ഞാനദീക്ഷ എടുത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഉപാസിച്ച ഈ ദേവതയ്ക്കും ജ്ഞാനം വരാൻ തുടങ്ങും. നമ്മൾ ഉപാസിച്ചിട്ടുള്ള ഈ ജന്മത്തിലും പൂർവ്വജന്മങ്ങളിലും മുഴുവൻ ഉപാസിച്ച അഖില ദേവതകളും ജ്ഞാനത്തിലേക്ക് മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജ്ഞാനസാധ്യമാകും. ഇത് നമ്മൾ ചില ആളെ കണ്ടിട്ടുണ്ട്. ചിലർ ഉപാസകന്മാരെ വരുമ്പോൾ അവർക്ക് ജ്ഞാനം വന്നു, അവരുടെ ദേവതയ്ക്ക് ജ്ഞാനം വന്നില്ല. ചിലരുടെ ദേവതയ്ക്ക് ജ്ഞാനം വന്നു, അവർക്ക് ജ്ഞാനം വന്നില്ല. ഈ പരസ്പര വൈരുദ്ധ്യം കൊണ്ട് തന്നെ അവർ പെട്ടുപോകും. അവർ രണ്ടുപേർക്കും ഞാൻ ഉപാസിക്കുന്ന ദേവത പരമ്പരയാ ജ്ഞാനപാരമ്പര്യമുള്ള ദീക്ഷയിലൂടെ കൃത്യമായി വന്ന് ഇപ്പൊ ശങ്കര പരമ്പരയിൽ വരുന്നത് പോലെ വന്ന ഒരു ജ്ഞാനപാരമ്പര്യ ദേവതയുടെ ദീക്ഷാദേവതയെയാണ് ഉപാസിക്കാറുള്ളത്. ഏതെങ്കിലും ആള് തന്ന ദീക്ഷാദേവതയെ ഉപാസിച്ചാൽ ജ്ഞാനം ഉണ്ടാവില്ല. ഇപ്പൊ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ചില ആളിരിപ്പെടുന്നതാണ് ശ്രീവിദ്യ എന്നതായിരുന്നു. അയാൾക്ക് ശ്രീവിദ്യ ഇല്ല, അയാൾ മൊത്തത്തിൽ എഴുതിയെടുക്കുക. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അവിടെ റെക്കി പഠിപ്പിക്കാനുണ്ട്. ഉള്ളിയെ റെക്കി പഠിച്ചിട്ടില്ല. ഉള്ളി ആർക്കും റെക്കി മാസ്റ്റർഷിപ്പ് പോലെ പഠിക്കും. റെക്കി പഠിപ്പിക്കാത്തവർ റെക്കി പഠിപ്പിക്കുക. കാളി പദ്ധതി ജ്ഞാന വഴിയിൽ ദീക്ഷ ഇല്ലാത്ത ആളുടെ ദീക്ഷ കൊടുക്കുക, ശ്രീവിദ്യ ഇല്ലാത്തവർ ശ്രീവിദ്യ കൊടുക്കുക. എന്തൊരു വൈവിധ്യം എന്ന് നോക്കി. ശ്രീവിദ്യാ മന്ത്രം തന്നെ ഉണ്ടായിട്ട് കാര്യമില്ല. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ജ്ഞാനമാർഗത്തിലുള്ള സ്പന്ദം ഉണ്ടാവണം.
ഇപ്പൊ ശങ്കര പരമ്പരയിലെ ശ്രീവിദ്യാ മന്ത്രത്തിന് ജ്ഞാനപാരമ്പര്യത്തിന്റെ സ്പന്ദമുണ്ട്. ജ്ഞാന പരമ്പരയുടെ സ്പന്ദം, അതിന്റെ ഫ്രീക്വൻസി വേറെയാണ്. ശക്തിപാതം ഉണ്ടെങ്കിലും ജ്ഞാനമാർഗത്തിൽ നിന്നുള്ള ശക്തിപാതത്തിൽ വന്നാൽ മാത്രമാണ് നിങ്ങളെ ജ്ഞാനത്തിലേക്ക് നയിക്കാനുള്ള സ്പന്ദ സാമ്യം നിങ്ങൾ സൃഷ്ടിച്ച് മന്ത്രസാമ്യം, മന്ത്രത്തിന് ആ ജ്ഞാനസാമ്യം വന്ന് ജ്ഞാനപാരമ്പര്യത്തിലൂടെ വന്നാൽ മാത്രമാണ് ജ്ഞാനപാരമ്പര്യം സാധ്യമുള്ളൂ. അപ്പൊ ഒരു ശിഷ്യൻ ജ്ഞാനമായി ആഗ്രഹിക്കുന്നെങ്കിൽ തന്ത്രമാർഗം, ഞാൻ 2 മാർഗത്തിന്റെ ചെറിയ ഭാഗം ഇതൊക്കെ വിസ്തരിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇന്നത്തെ സമയക്കുറവുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച നമുക്ക് ലഘുവായിട്ട് ഇന്ന് നിർത്താം. ഇനി അടുത്ത ദിവസം തുടരാം. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും.